ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്ന് ചെറിയൊരു വ്ളോഗാണ്. അപ്പം ഇന്ന് നമ്മൾ സൺഡേ ആയതുകൊണ്ട് മറൈൻ വേൾഡിലേക്ക് പോവുക ഫ്രണ്ട്സ്. അപ്പം ഞാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. കുഞ്ഞാനി വാപ്പി കാറിൽ കയറി. അപ്പം ഞാനും ലാസ്റ്റ് ഗേറ്റ് അടിച്ചിട്ടാണ് പോകണം ഫ്രണ്ട്സ്. അപ്പം ആദ്യമായിട്ട് നമ്മുടെ പാലക്കാട് മറൈൻ വേൾഡ് വന്നു പറഞ്ഞാൽ കാണാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ ഫ്രണ്ട്സ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പോണത്. അപ്പോൾ വന്നിട്ട് കുറേ ആയിട്ടൊന്നുമില്ല, 2-3 ആഴ്ചയായി. അപ്പോൾ നമുക്ക് ഇപ്പോഴാണ് പോകാൻ പറ്റിയത്. അപ്പോൾ വാപ്പ വരെ ലേറ്റായി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാത്രി 7 മണിയൊക്കെ ആയതുകൊണ്ട് ഇത്തിരി രാത്രിയായി പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സൺഡേ ആയതുകൊണ്ട് എന്തായാലും തിരക്കുണ്ടാവില്ല ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിത് ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. കാറ് നല്ല ദൂരെയാണ് ഫ്രണ്ട്സ് പാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടിക്കറ്റ് എടുക്കാനൊന്നും അത്ര ക്യൂ ഇല്ല. പക്ഷേ ടിക്കറ്റ് എടുത്തിട്ട് പുള്ളിക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ട്സ് നല്ല തിരക്കുള്ളത്. അപ്പോൾ ഞങ്ങൾ എൻ്റെ അടിയിൽ കൂടിയൊക്കെ കയറിയിട്ടൊക്കെ പോയി ഫ്രണ്ട്സ്. അപ്പം കുഞ്ഞാനിക്ക് ടിക്കറ്റ് എടുത്തില്ല ഫ്രണ്ട്സ്. അപ്പോൾ 150 ആ ഫ്രണ്ട്സ് അതിൻ്റെ അകത്ത് കയറാനുള്ള റേറ്റ് ടോപ്പ് ടിക്കറ്റിൻ്റെ. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഓരോന്നൊക്കെ വന്നിട്ടുണ്ട് ഫ്രണ്ട്സ്. എന്നാലും ഇങ്ങനെ തിരക്ക് കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഫ്രണ്ട്സ് ഇങ്ങനെയൊക്കെ തിരക്ക് കാണും. അപ്പോൾ ഉള്ളിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബ്ലൂ കളറായിട്ടാണ് ഫ്രണ്ട്സ് ഉള്ളത്. കയറുമ്പോൾ തന്നെ നല്ല ബ്ലൂ ആയിട്ടാണ് ഇരുട്ട് പറഞ്ഞ പോലെ. അപ്പോൾ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ട്സ്. ആദ്യം തന്നെ ഇങ്ങനെ പോകുമ്പോഴാണ് ഫ്രണ്ട്സ് കണ്ട് നെട്ടിയത്. എന്താ ഒരു തിരക്കാ ഫ്രണ്ട്സ്. ഇത് ഇതേ കൂടെ പോയി വേണ്ടി ചുറ്റി തിരിഞ്ഞ് പോകണം ഫ്രണ്ട്സ്. വെറുതെ നടക്കേണ്ട ആവശ്യം. അങ്ങനെ പോയി ഇങ്ങനെ പോയി അങ്ങനെ വേണ്ടി ഇവിടെ പോയിക്കൊണ്ടേ ഇരിക്കുക ഫ്രണ്ട്സ്. ആൾക്കാർ ക്യൂവിൽ തന്നെ പോകണം, അല്ലെങ്കിൽ പറ്റില്ല. പിന്നെ അവിടെ സെക്യൂരിറ്റികളൊക്കെ ഉണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെയാവുന്നൊന്നും അറിയില്ല. അപ്പോൾ അത് കാണാനൊക്കെ ആകാംക്ഷയില്ല ഫ്രണ്ട്സ്. നല്ല തിരക്കാണ് ഫ്രണ്ട്സ്. അവിടെ ബ്ലോക്കാണ്. ഇപ്പോൾ അകത്ത് കയറ്റുള്ളത് വെച്ച് കുറേ ആൾക്കാർ കാണാൻ പോയിരിക്കണം. അപ്പോൾ ഒക്കെ കൂടി കുത്തിത്തിരികെ പോകണം വേണ്ടി. അപ്പോൾ നമ്മളങ്ങനെ ഉള്ളിലേക്ക് കയറി ഫ്രണ്ട്സ്. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ കുറേ മീനുകളായിരുന്നു ഫ്രണ്ട്സ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ അധികം കുറേ മീനുകളിൽ കണ്ടു ഫ്രണ്ട്സ്. ഞങ്ങൾ ഇതുവരെ ഫോട്ടോയിൽ പോലും കാണാത്ത മീനുകൾ അടക്കം ഇവിടെ കണ്ടു ഫ്രണ്ട്സ്. പിന്നെ സ്റ്റാർ ഫിഷ് ഒക്കെ കണ്ടു ഫ്രണ്ട്സ്, വെറൈറ്റി ആയിട്ട്. പക്ഷെ ഞങ്ങൾ കൂടുതൽ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളത് മലമ്പുഴയിലാണ്. പക്ഷെ അവിടെ അത്രയൊന്നും ഉണ്ടായിരുന്നില്ല ഫ്രണ്ട്സ്. പക്ഷെ ഇവിടെയാണ് ഒരുപാട് സീൻ്റെ അടിയിൽ കൂടെ പോണ പോലെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ സ്കൂബ ടൈമിങ്ങിൻ്റെ ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വെറുതെ ഇവിടെ ഇങ്ങനെ നിൽക്കുമല്ലോ ഫ്രണ്ട്സ്. ഇവർ നമ്മളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവരിങ്ങനെ ബബിൾസൊക്കെ വിട്ട് തരും, അവർ ഓക്സിജനൊക്കെ അയച്ചിട്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ടാറ്റ കാട്ടി പറഞ്ഞാൽ തിരിച്ച് ടാറ്റയൊക്കെ കാട്ടിയിട്ട് നല്ല രസമാണ് ഫ്രണ്ട്സ്. ഇവരിങ്ങനെ മാസ്കൊക്കെ ഊരിയിട്ട് ഓരോന്നൊക്കെ ചെയ്യും. ഇങ്ങനെ മീനുകളുടെ ഉള്ളിലൊക്കെ പോയിട്ട് നല്ല രസമാണ് ഫ്രണ്ട്സ് ഇവിടെ കാണാൻ. അപ്പോൾ ഇവിടെ കുട്ടികളിലൊക്കെ കൊണ്ടുവരുന്ന അടിപൊളി സ്ഥലമാണ് ഫ്രണ്ട്സ്. നല്ല രസമാണ് ഫ്രണ്ട്സ് ഇവിടെ കാണാൻ. അപ്പോൾ ചെറിയ കുട്ടികളെ ഫ്രണ്ട്സ് ഇവിടെ കൂടുതൽ ആകാംക്ഷയോടെ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പിക്ചറിൽ കണ്ട മീനൊക്കെ നേരിട്ട് ഇവിടെ കാണാൻ പറ്റും ഫ്രണ്ട്സ്. It sound right, boys.
sound white, boy. Big sound, big sound, big sound, it sound white, boy. Big sound, big sound, big sound, it sound white, boy. Big sound, big sound, It sound right, boy. ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ തിരിഞ്ഞ് ഓരോ സെക്ഷനായിട്ടാണ് ഫ്രണ്ട്സ് ഉള്ളത് മീനൊക്കെ കാണാൻ. അപ്പോൾ ഈ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ മീനുകൾ, ഈ സൈഡൊന്നുമില്ല. അപ്പോൾ ഈ സൈഡ് കൂടെ തന്നെ പോകണം ഫ്രണ്ട്സ് മീൻ കാണാനും വീഡിയോ ഒക്കെ എടുക്കാനും. അപ്പോൾ എനിക്ക് ചുമയും ജലദോഷമൊക്കെ ആണ് ഫ്രണ്ട്സ്, അതുകൊണ്ട് എൻ്റെ സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കൂളർ ഉണ്ടായിരുന്നു, നമുക്ക് ഇങ്ങനെ ചൂടെടുക്കാണ്ടിരിക്കാം. കുറേ നേരം നമ്മൾ അവിടെ ക്യൂ നിന്നപ്പോൾ എല്ലാവരും വേർത്തിട്ടുണ്ട് ഫ്രണ്ട്സ്, അതുകൊണ്ട് അവിടെ കുറച്ച് നേരം നിന്നു. അപ്പോൾ എന്താണെന്ന് അറിയില്ല, സൺഡേ ആയതുകൊണ്ടാണ് തോന്നുന്നു നല്ല തിരക്കാണ് ഫ്രണ്ട്സ്. ഇവിടെ അങ്ങനെ ഇല്ല, കുത്തി തിരികിട്ടായിരുന്നു നേരത്തെയൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ തിരിഞ്ഞ് പോകുമ്പോൾ ഓരോ സെക്ഷനായിട്ട്. ഇനി നമ്മൾ മെർമെയ്ഡിൻ്റെ അവിടെ എത്തിയിട്ടില്ല, അപ്പോൾ എത്തണമുള്ളൂ. അപ്പോൾ ഓരോ വെറൈറ്റി മീനുകളാണ് ഫ്രണ്ട്സ് ഇതൊക്കെ. ഫ്രണ്ട്സ് അപ്പോൾ ഇടയിലിടയിൽ ഇങ്ങനെ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ. ഇവരിങ്ങനെ ഓക്സിജൻ ഊരിയിട്ട് ഹാർട്ട് ഷേപ്പും ബബിൾസും ഒക്കെ ഉണ്ട് വിടുക ഫ്രണ്ട്സ്. അപ്പോൾ അത് കുട്ടികൾ കാണുമ്പോൾ മാജിക് പോലെയൊക്കെ വിചാരിക്കുക, അങ്ങനെ ഓരോ മാജിക് പോലെയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർ. അപ്പോൾ ഇവിടെ വലിയ മീനാണെങ്കിലും ഇവിടെ കുറേ ആൾക്കാരുണ്ട് ഫ്രണ്ട്സ്, നല്ല രസമായിരുന്നു. അപ്പം നമ്മൾ വലിയ മീനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഇത്തിരി ഹൈറ്റ് മേലേക്കാണ് ഇതുള്ളത്, അതുകൊണ്ട് കുഞ്ഞാനിക്കൊന്ന് ശരിക്കും ഓരോന്നൊന്ന് കാണാൻ പറ്റാണ്ട് വാപ്പ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവരിങ്ങനെ മീനിനെയൊക്കെ തൊട്ട് കാണിച്ചു തരും. എന്നിട്ട് നമ്മളിങ്ങനെ ആക്കുമ്പോൾ നല്ല രസമാണ് ഫ്രണ്ട്സ് മീനൊക്കെ കാണാനും. അപ്പോൾ ഇവരിങ്ങനെ മാസ്ക് ഊരി കുറേ നേരം നിൽക്കും ഫ്രണ്ട്സ്. അപ്പോൾ അടുത്ത മീൻ വന്നിട്ട് കോഴിക്കാർപ്പാണ്, അത് മാത്രമേ നമുക്കറിയുള്ളൂ പേര്. ബാക്കി ഏത് മീനിൻ്റെ പേരും അറിയില്ല. ഇത് ചാച്ചൊക്കെ വളർത്തിയിട്ടുള്ളത് കൊണ്ട് അത് മാത്രം അറിയാം, ബാക്കി എന്ത് മീനാണ് ഒന്നും അറിയില്ല ഫ്രണ്ട്സ്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ കടലിൻ്റെ മേലെ കൂടെയൊക്കെ, അടിയിലാണെങ്കിൽ മേലെയൊക്കെ മീനുകളുള്ള ഫ്രണ്ട്സ്, അതുപോലെയാണ് ഇത് മേലെയാണ് കുറേ മീനുകളൊക്കെ പോയി നിൽക്കുന്നത്. ഒരു ട്രയാങ്കിൾ ഷേപ്പ് പോലെ അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പോണ പോലെയാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ മേലെയും സൈഡൊക്കെ നമുക്ക് കുറേ മീനുകളൊക്കെ നിൽക്കണ പോലെ ആയിരിക്കും ഫ്രണ്ട്സ് ഫീൽ ഉണ്ടാവുക. നല്ല രസമാണ് ഫ്രണ്ട്സ് ഇവിടെ കാണാൻ. ഇങ്ങനെ ചുറ്റും മീനുകളായിരിക്കും, അതിൽ കൂടുതൽ ഭംഗിയുള്ളത് ഒരു മീനാണ് ഫ്രണ്ട്സ്, കളർഫുള്ളായിട്ടുള്ളത്. It sound right, boy. Sound white, boy. Sound, it sound white, boy. It sound right, boy.
ഫ്രണ്ട്സ്. അപ്പം അടുത്തത് ഇവിടെ കൂടുതൽ ഭംഗിയുള്ളത് എന്താ ഫ്രണ്ട്സ്, ഇതാണ് ഫ്രണ്ട്സ്. കാണാൻ നല്ല രസമുള്ളത് ഇതാണ് ഫ്രണ്ട്സ്. കൂടുതൽ നമുക്ക് നല്ല രസം തോന്നുന്നത്. അപ്പോൾ ചുറ്റും ഫുള്ള് മീനായിരിക്കും ഫ്രണ്ട്സ്. ഇതാണെങ്കിൽ ഈ ഒരു ഭാഗത്താണ് കുറേ മീനുകൾ ഇട്ടിട്ടുള്ളത്. ബാക്കിയുള്ളവിടേക്ക് ഇത്തിരി ഉള്ള പോലെയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ മാത്രം ഇങ്ങനെ കുഞ്ഞായിട്ട് ലൈറ്റ് കത്തണ പോലെയാണ് ഈ മീൻ കാണാനൊക്കെ. നല്ല രസമാണ് ഫ്രണ്ട്സ്. ഇതാണ് എനിക്കും ഉമ്മാക്കും കുഞ്ഞാനിക്കും വാപ്പാക്കൊക്കെ നല്ല ഇഷ്ടമായൊരിത്. അപ്പം നല്ല രസമാണ് ഫ്രണ്ട്സ് ഇത് കാണാൻ. ഇത് മാത്രമേ ഞങ്ങൾക്ക് ഇഷ്ടമായില്ല കൂടുതൽ. അപ്പം ഇങ്ങനെ നിറച്ച് മീൻ കൂട്ടമായിട്ട് നിൽക്കും ഫ്രണ്ട്സ്. നല്ല രസമാണ്. ഇതിൽ കുറേ കളറുണ്ട്. 2 വെറൈറ്റി കുഞ്ഞു മീനുകളാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടെ ചെറിയൊരു കൊട്ടാരം പോലെ അതിൽ വന്നിട്ട് കുറച്ച് മെർമെയ്ഡിൻ്റെയും ഓരോന്നൊക്കെ ഫിഷും ഉണ്ട്. പിന്നെ ഇത്തിരി ശില്പം പോലെയുണ്ട് ഫ്രണ്ട്സ് ഇവിടെ. അപ്പോൾ അവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. ഇതാ മെർമെയ്ഡിൻ്റെ അവിടെയാണ്. മെർമെയ്ഡിൻ്റെ അവിടെ ഞങ്ങൾ കുറേ നേരം നിന്നില്ല. ഞങ്ങൾ വന്നപ്പോൾ അവരൊക്കെ മേലെ നിൽക്കുമായിരുന്നു. അവർക്ക് ശ്വാസം മുട്ടിയിട്ടായിരിക്കും ഫ്രണ്ട്സ്. 2-3 മെർമെയ്ഡ് മാത്രമേ ഉള്ളിൽ നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ പിന്നെ മെർമെയ്ഡിൻ്റെ അവിടെ നിന്ന് കുറേ നേരം നിന്നില്ല, വേഗം വന്നു. അത് ഞങ്ങൾ കണ്ടില്ല ഫ്രണ്ട്സ് അത്ര. അപ്പോൾ 2 മെർമെയ്ഡ് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഇവിടെ. ഞങ്ങൾക്ക് ഈ മെർമെയ്ഡിനെ കാണാൻ വളരെ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഫ്രണ്ട്സ്. അപ്പോൾ ഇവിടെ DJ ലൈറ്റൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വരുമ്പോഴേക്കും അവർ അങ്ങോട്ട് പോയി. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ഇവിടെ കുറേ റിങ്ങൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ കൂടെ പോണ പോലെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് അത്രയും വീഡിയോസ് എടുത്തുള്ളൂ, അത്ര നേരം നിന്നുള്ളൂ ഫ്രണ്ട്സ്. എന്നിട്ട് നമ്മളിത് കടകളുടെ സെക്ഷനിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓരോ കടകളും എല്ലാ പ്രാവശ്യം വരുന്ന പോലെ തന്നെ കടകളാണ്. അപ്പോൾ അങ്ങനെ ഒന്നും വാങ്ങിച്ചൊന്നുമില്ല. എനിക്ക് മോതിരം വാങ്ങിച്ചു. പിന്നെ ഇവിടെ നിന്ന് 2 മുട്ടായും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ്. അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെയൊന്നും വാങ്ങിച്ചില്ല. അപ്പോൾ സാധാരണ നമ്മൾ വരുമ്പോഴൊക്കെ സാധാ റേറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെ ടിക്കറ്റിനനുസരിച്ചിട്ടാണ് റേറ്റ്. ടിക്കറ്റിന് എത്രത്തോളം റേറ്റ് ഉണ്ടായിരുന്നോ അതേ റേറ്റാണ് ഫ്രണ്ട്സ് ഇവിടെ ഇങ്ങനെ ഓരോ കടകളിലേക്ക് സാധനത്തിനും. അപ്പോൾ ഇവിടെ എന്ത് സാധനമുള്ള 15ൻ്റെ മേലെയാണ് ഫ്രണ്ട്സ് ഉള്ളത്. മോതിരത്തിൻ്റെ അവിടെ മാത്രമേ ഞങ്ങളുടെ അളവ് 30 ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മളങ്ങനെ വാങ്ങിച്ചൊന്നുമില്ല. എല്ലാ പ്രാവശ്യം വരുമ്പോൾ വാങ്ങണമല്ലോ കൊണ്ട് വാങ്ങിച്ചൊന്നുമില്ല. ഇവിടെ ജസ്റ്റ് നോക്കിയിട്ട് നമ്മൾ വാങ്ങിച്ചില്ല. അപ്പോൾ ഒക്കെ 30, 50 എന്നേ പറഞ്ഞുള്ളവർ. നമ്മൾ വാങ്ങിച്ചില്ല. അപ്പോൾ ഇവിടെ ഞങ്ങൾ 2 മോതിരം എടുത്തുണ്ടായിരുന്നു. അപ്പോൾ മോതിരത്തിൻ്റെ അവിടെ ഒരു കടയുണ്ടായിരുന്നുള്ളൂ. നല്ല റേറ്റ് കമ്മിയായിരുന്നു. പിന്നെ ഫ്രണ്ട്സ് ഇത് റൈഡിൻ്റെ ഏരിയ ആയിരുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും വരുമ്പോഴും കയറൊന്നുമില്ല. പിന്നെ ഇപ്പോഴും കയറിയിട്ടൊന്നുമില്ല ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ബാക്കിൽ കൂടെ പോണ ഫ്രണ്ടിൽ കൂടെ വന്നിട്ട് കാർ ഇത്തിരി ദൂരെ ഫ്രണ്ട്സ് പാർക്ക് ചെയ്തിട്ടുള്ളത് നമ്മൾ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ റൈഡൊക്കെ കുട്ടികളൊക്കെ കളിക്കുന്നതായിട്ട് നമ്മളിങ്ങനെ പോയി ഫ്രണ്ട്സ്. അപ്പോൾ ചെറിയൊരു ഗാർഡൻ പോലെയാണ്. അപ്പോൾ ആൾക്കാരൊക്കെ കയറുന്നിട്ട് വാപ്പയും പോയപ്പോൾ ഞങ്ങളും പിന്നാലെ പോയി വീഡിയോ എടുത്തു. അപ്പോൾ ഇതിൽ ചെടിയിൽ തന്നെ മാങ്ങി സപ്പോർട്ടയും എന്താ പറയുക കൊയ്യാക്കിയും ഒക്കെ ഉണ്ടായിരുന്നു, വലിയ വലുത്. അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചൊന്നുമില്ല. വീട്ടിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ അതല്ലാണ്ടും കുറേ ചെടികളൊക്കെ ഉണ്ട്, അതൊക്കെ ഒഴിച്ച് മാറ്റണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് ചെടികളൊക്കെ വാങ്ങുള്ളൂ. അപ്പോൾ ഇവിടെ കുറേ ചെടികളുണ്ടായിരുന്നു, ഒക്കെ നമ്മൾ നോക്കി ഫ്രണ്ട്സ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് ഒന്നും മറക്കണ്ട ഫ്രണ്ട്സ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.